പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ഒരു പാരഡി ഗാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായതാണ്. ശരിക്കും പറഞ്ഞാൽ BJPയും കോൺഗ്രസും ഒരുപോലെ എടുത്ത് ഉപയോഗിച്ചു. ഇതിൽ സ്വർണം കട്ടത് സഖാക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരികൾ. തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പോലും CPMകാരെതിരെ വരുമ്പം മറ്റു പാർട്ടിക്കാരുടെ പ്രചരണ വാഹനങ്ങൾ ഈ പാട്ട് അയക്കുന്നത് ശരിക്കും നമുക്ക് കൗതുകം ഉണർത്തുന്നതാണ്. പിന്നീട് കേരളീയ സമൂഹം ഒന്നടങ്കം ആ പാട്ട് ഏറ്റെടുത്തു. അതിൻ്റെ വരികളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ അയ്യപ്പനെ അവഹേളിക്കുന്ന പാരഡി ഗാനമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് കേസ് കൊടുക്കുന്നു, പൊതു താല്പര്യ ഹർജി. അതിനുശേഷം പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നു, ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ പരാജയത്തിന് കാരണമായിട്ട് അയ്യപ്പനെ അവഹേളിച്ചതാണ്. ഇപ്പോൾ അയ്യപ്പ സ്നേഹമൊക്കെ കൂടി വരുന്നു. CPMൻ്റെ ഈ നിലപാട് കേട്ടതൊന്നും ഇത് ആദ്യമായിട്ടാണ് പാർട്ടി ഗാനം അവതരിപ്പിക്കുന്നത്. ഇപ്പം ഈ പാർട്ടി ഗാന രചയിതാവിനെതിരെ പാടിയ ആൾക്കെതിരെയൊക്കെ കേസ് വരികയാണ്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മതവികാരം വ്രണപ്പെടുത്തൊന്നും ചെയ്തിട്ടില്ല, ഒരു പാർട്ടി ഗാനം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എങ്ങനെ ഇതിനൊന്ന് കാണുന്നത്? ഇത് വലിയ തമാശയാണെന്നേ. ഇത് ഒരു കാര്യം എനിക്ക് സന്തോഷം തോന്നുന്നത്, പാട്ട് ഒരു പക്ഷേ ഒരു മുദ്രാവാക്യത്തേക്കാൾ, ഒരു പ്രസംഗത്തെക്കാൾ, ഒരു പത്രപ്രസ്താവനയേക്കാൾ പാട്ട് പലരുടെയും നെഞ്ചിൽ കൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് താളത്തിന് അങ്ങനെ വിശേഷമുണ്ട്. ഇത് മുന്തിയ പാട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും മോശപ്പെട്ട വാക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതനിന്ദയുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണത്. പാട്ടിന് വേറെയും ചില സാഹിത്യ ഗുണങ്ങളൊക്കെ വേണം. അത്തരത്തിൽ യാതൊരു ക്വാളിറ്റിയും ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ഇല്ല. കൂട്ടത്തിൽ ഒരു തട്ടുപൊളിപ്പൻ പാട്ടായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. കാരണം പക്ഷെ ഇതിനകത്ത് താളമുണ്ട്. ആ താളമാണല്ലോ ആളുകളുടെ മനസ്സിലേക്ക് എത്തുക. അതായത് കുറച്ച് കാര്യങ്ങളോട് വിമർശിക്കുന്നുണ്ട്. അല്ല, വിമർശനമുണ്ട്, കാര്യമുണ്ട്, താളമുണ്ട്. ഈ രണ്ട് സംഗതികളെ ഉള്ളൂ. അതിനപ്പുറത്ത് അതിന്റെ സാഹിത്യ ഗുണവും അതിന്റെ സംഗീത ഗുണവും നമ്മൾ ആലോചിക്കണ്ട. പക്ഷേ അത് മനസ്സിൽ കൊണ്ടു എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഈ പാട്ട് ഏറ്റവും നന്നായി ഇലക്ഷൻ കാലത്ത് വ്യാപകമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. എന്ത് മതനിന്ദയാണ്! ഇതുപോലെ എത്ര ദൈവങ്ങളുടെ ഭക്തിഗാനങ്ങളുടെ പാരഡി, ഇപ്പോ മരണഗീതങ്ങളുടെ പാരഡി. നിനക്ക് ഓർമ്മയില്ലേ? സമയമാം രഥത്തിൽ എത്ര പാരഡി പാട്ടുകളാണ് രാഷ്ട്രീയ പാട്ടുകളൊക്കെ ഉള്ളത്. അതായത് ഒരാളെ ഒന്ന് വിമർശിക്കണം, ഒരാള് അപഹസിക്കണം, അല്ലെങ്കിൽ ഉദ്ദേശിച്ചൊരു വിജയം നേടിയില്ല, പരാജയപ്പെട്ടു പോയി, വീണിതല്ലോ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് ദോഷമായിട്ട് കണ്ടൂടെ? അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ ഇവർ UDF MPമാര് ഒരു പരിപാടി നടത്തി, പ്രതിഷേധ പരിപാടി നടത്തിയല്ലോ ഈ ശബരിമല ഇഷ്യൂവിൽ. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ MPമാരുടെ വായിൽ നിന്ന് ഒരു താളത്തിലൊരു മുദ്രാവാക്യം കേൾക്കുന്ന അന്നാണ്. ഈ പറഞ്ഞ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരേ താളത്തിലുള്ള മുദ്രാവാക്യം, കേട്ട് മടുത്തവരാണല്ലോ നമ്മള്. പ്രതിഷേധം എപ്പോഴും ഒരേ സാധനമാണല്ലോ. എന്തൊരു മാറ്റി പിടിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ ആദ്യമായി മലയാളത്തിൽ താളാത്മകമായ ഒരു മുദ്രാവാക്യം മുഴങ്ങിയത്. നല്ല രസമായിട്ടല്ലേ കേട്ടത്? ഡീൻ കുര്യാക്കോസും ഇവനും വിഷ്ണുനാഥും ഒക്കെ മനോഹരമായിട്ട് പാടി. വയസ്സന്മാർ E.T. മുഹമ്മദ് ബഷീറും ഒക്കെ കൂടി പാടുന്നുണ്ട്. ഞാൻ അത് കൗതുകമുള്ളൊരു സംഗതിയാണ്. എന്തിനാണ് അതിനെയൊക്കെ കുറ്റപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന വാക്കുകളെക്കാൾ പാടുന്ന പാട്ട് ഇവരുടെ മനസ്സിൽ കൊണ്ടുവന്നുള്ളതാ. അത് മാത്രമല്ല, ഈ കുഞ്ഞബ്ദുള്ള, എനിക്ക് തോന്നുന്നു GP കുഞ്ഞബ്ദുള്ളയാണ്. ഇയാള് ഗൾഫിലെങ്ങാണ്ടാണ്, ഖത്തറിലെങ്ങാണ്ട. അപ്പൊ അദ്ദേഹം ആരോ ഇവിടുത്തെ ഇതൊരു വ്യവസായമാണല്ലോ സത്യത്തിൽ. ഈ എന്റെ പല കൂട്ടുകാരും പാട്ടെഴുത്തുകാരായ, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടും പാരഡി പാട്ടുകളാണ് ഇവരൊക്കെ എഴുതുന്നത്. ഏറ്റവും പോപ്പുലറായ ഒരു പാട്ട്, മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകൾക്ക് പാരഡി എഴുതി കൊടുക്കുക. ആ പാരഡി എഴുതി കൊടുക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. എനിക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ചില പാട്ടുകാര് എലക്ഷൻ വന്നാൽ അവർക്ക് ചാകരയാണ്. എന്താ കാര്യം എന്നറിയോ? ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും. എന്നെ ഒരാൾ പറഞ്ഞ് എനിക്ക് മൂന്നാമതൊരു കൈ ഇല്ലല്ലോ എന്നാ. കാരണം എന്താ വെച്ചാൽ 3 മുന്നണിക്ക് എഴുതി കൊടുക്കും. അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവിരോധവും ഇല്ല, ഒരു ദൈവനിന്ദയില്ല. പണി മാത്രമേ ഉള്ളൂ, പൈസ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കൊണ്ട് UDFന് എഴുതി കൊടുക്കും, ഇടത്തെ കൈ കൊണ്ട് ഇടതുപക്ഷത്തിന് എഴുതി കൊടുക്കും, മൂന്നാമതൊരു കൈ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് BJPക്ക് എഴുതി കൊടുക്കും. ഒരുപോലെ എഴുതി കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് കേസ് എടുക്കാനാണ്? അതൊക്കെ അതിന്റെ വഴിക്ക് വിടേണ്ട കാര്യമല്ല. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഒന്ന് പരാജയം നെഞ്ചിൽ കൊണ്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ വയ്യ. മാത്രമല്ല ഇപ്പൊ അവര് പറയുന്നത്, ഇപ്പോ ആ പരാജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പാട്ടാന്നാ. എന്തൊരു വൃത്തികേടാണ്, പരിഹാസ്യമായി പോയി എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. CPM അല്ലെ അവരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡൊക്കെ അവിടെ കുറെ കവർച്ചകൾക്ക് അല്ലെ കൊള്ളകൾക്കൊക്കെ നേതൃത്വം നൽകി. അവർ പൊതുജന മധ്യത്തിൽ അപഹാസ്യരായി. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടേണ്ട പരമ്പരാഗത വോട്ടുകൾ പോലും മാറിപ്പോവുകയും ഒരു പ്രവർത്തനം നടത്താത്ത UDF ജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് CPM തിരിച്ചറിഞ്ഞത്, ഈ പാട്ടിലൂടെ ഞങ്ങൾ അപഹസിക്കപ്പെട്ടല്ലോ. അപ്പോഴാണ് അയ്യപ്പ സ്നേഹം കൂടി വരുന്നത്. ഇതിനു മുമ്പ്
കൈരളി ചാനലൊക്കെ പാട്ട് കാണിക്കുമ്പോഴേ അന്ന് കെ കരുണാകരൻ ഭയങ്കര സ്പീഡിലാണ് കാറി പോകുന്നത്. അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് കലാഭവൻ മണിയും നാദിർഷയും ഒക്കെ പാട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സ്പീഡിൽ പോകും മന്ത്രിയെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് പരാതി ഒന്നും കൈരളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ അപഹസിക്കുന്ന രീതിയിലുള്ള വരികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മാത്രം രാജു എബ്രഹാം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരുന്നു, അല്ലെ CPM നേതാക്കൾ ഇത് വലിയ സൈബർ നീക്കമാണ്, കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വന്നത് തിരുവാഭരണ സംരക്ഷണത്തിന്റെ ആ സംഘടനയുണ്ട്. അതിന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ പ്രസാദ് കുഴിക്കാലയാണ് DGPക്ക് പരാതി കൊടുക്കുന്നു. ഈ പ്രസാദ് കുഴിക്കാല പരാതി കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നിൽ CPM ഉണ്ടല്ലോ, വിളിച്ചു വരുത്തിയതായിരിക്കും. ഒരു കാര്യമില്ല അതിനകത്ത്. അത് മാത്രമല്ല, അത് ഇതൊന്നും കോടതിക്ക് മുമ്പിൽ അപ്പൊ കുഞ്ഞബ്ദുള്ള പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഞാൻ. എന്തെങ്കിലും മതം ഉണ്ടെങ്കിൽ മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, പക്ഷെ നിയമപരമായി നേരിടും, കോടതി പറയട്ടെ. അങ്ങനെ എടുക്കേണ്ട കാര്യമല്ലോ. ഇത് മനഃപൂർവ്വം വിളിച്ചു വരുത്തി ഉണ്ടാക്കിയ കേസാണെന്നേ. പിന്നെ വേറെ ഒന്നുണ്ട്, ഇപ്പൊ ഈ തോൽവിയുടെ വാർത്തകൾ ഇങ്ങനെ നിറയുന്ന നേരത്ത് മറിച്ചൊരു വാർത്ത വേണ്ടേ ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ? പ്ലാൻ വളരെ പ്ലാൻ ചെയ്ത കേസുകളാണ് ഇവരെ. പ്ലാനുകളൊക്കെ അങ്ങനെയാ. എന്ത് വൃത്തിയുടെ. അല്ലെങ്കിൽ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഈ പരാജയത്തിന്റെ പേരിൽ ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ എന്ന നേതാവിനെതിരായിട്ട് കേരളത്തിലെ CPM സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ നിർത്തിപ്പൊരിച്ചു എന്നാണ്. ഈ വീരകേസരികളായ കുറെ ചെറുപ്പക്കാർ ആണല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായിട്ടുള്ളത്. അവരൊന്നും നാക്ക് പൊങ്ങുമായിരുന്നില്ല, നാക്കിന് ആണി അടിച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ നിവൃത്തി കെട്ടപ്പോ പിണറായി തമ്പുരാനെതിരായിട്ട്, എന്താണ് കാരണഭൂതനെതിരായിട്ട് ആദ്യമായിട്ട് വർത്തമാനം പറയാ. അപ്പോ അതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത. അതൊക്കെ ചർച്ച ചെയ്യേണ്ട നേരം കൊണ്ട് സഖാക്കളുടെ വായിലേക്ക് ഒരു വേറൊരു വാർത്ത വെച്ചു കൊടുക്കണമല്ലോ. അതിനാണ് ഈ കേസ്. അപ്പൊ ഈ സാധാരണ രീതിയിൽ ഇപ്പൊ ഈ പിണറായി വിജയനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ലാത്ത രീതിയിലാണ് ആളുകൾ അവിടെ നിരത്തി വെച്ചിരുന്നത്. പക്ഷെ ഇനി ഒരു 3.0 CPM ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണം 3.0 ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അഥവാ ഉണ്ടായെങ്കിൽ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അതിന്റെ തലപ്പത്തേക്ക് വരണ്ടെന്ന് ആളുകൾ ചിന്തിക്കുന്നു. അപ്പോൾ സത്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയോടല്ല ജനങ്ങൾക്ക് ഒരു വിരോധമുള്ളത്, പിണറായി വിജയന്റെ ഏകാധിപത്യ നിലപാടുകളോടാണ്. അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നീക്കമായിട്ട്. തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ്. CPM അതിന്റെ പാർട്ടി, സത്യത്തിൽ CPM എന്ന പാർട്ടി ഉണ്ടോ എന്ന് സംശയിച്ചിരുന്നു മലയാളി കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട്. അങ്ങനെ പാർട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയോ ഘട്ടങ്ങളിൽ ആ പാർട്ടിക്കകത്ത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഒരു കാര്യം ഉറപ്പാണ്. സിനജിക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന മറ്റു മുഴുവൻ മെമ്പർമാരും ഈ പിണറായി വിജയനേക്കാൾ കാലിബറുള്ളവരാണ്. എനിക്ക് യാതൊരു തർക്കമില്ല. അതിലത്തെ ഏറ്റവും കാലിബർ കുറഞ്ഞ ആൾ പിണറായി വിജയനാണ്. പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല. ഈ മഹാമനീഷികളൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു, അവരൊരു തരം ഭീതിയിലായിരുന്നു. ഏകാധിപത്യത്തിന്റെ ഒരു ഭീതിയിൽ പെട്ടുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, അതിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷയില്ല. ആരാണെന്ന് കൃത്യമായി നോട്ട് ചെയ്യും. പണ്ട് ഈ ക്രൂഷ്ചേവിന്റെ കാലത്തൊക്കെ ഉണ്ടായ, സ്റ്റാലിന് ശേഷം ഉണ്ടായ ചില നടപടികളുണ്ടല്ലോ, സ്റ്റാലിന്റെ കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അപ്പൊ അവിടുന്ന് ഈ സ്റ്റാലിനിസം വന്ന കാലത്ത് പിടിപെട്ട ഒരു ഭീതിയുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് കേരളത്തിലെ CPMൽ അടുത്ത കാലത്ത് വന്ന് പെട്ടത്. അപ്പോൾ മിണ്ടാൻ ശേഷി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അവർ മിണ്ടാൻ തുടങ്ങി. അവർ വർത്തമാനം നിവൃത്തികേട് കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും മിണ്ടിയില്ലെങ്കിൽ ഇനി മിണ്ടാൻ അവരുണ്ടാവില്ല എന്നല്ല, പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് മിണ്ടുന്നത്. അപ്പോഴാണ് ഇത് തിരിക്കാൻ ഓരോരോ വാർത്തകൾ. ആലോചിച്ച് നോക്കൂ, വല്ല പാവം എവിടെയെങ്കിലും കിടക്കുന്ന ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളുടെ ശ്രദ്ധിക്കണം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഗാനത്തിനെതിരെ നടപടി എന്താ പറയുന്നത്. അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള അതിനകത്ത് മുനവച്ചിട്ടാണ് പറയുന്നത്. അതെങ്കിലും ഇനിയും CPM മനസ്സിലാക്കാത്തത് അവർക്കുള്ള പണിയാണെന്നുള്ളത്. ഈ പള്ളിക്കെട്ട് ശബരിമലക്ക് പാട്ടുണ്ടല്ലോ, അതിന്റെ പാരഡി എന്റെ തന്നെ ഓർമ്മയില്ല 8-10 പാട്ടുകൾ, പല പാർട്ടികളും ഓരോ കാലത്ത് സൗകര്യം പോലെ ഉപയോഗിച്ചത്. ഒരുപാട് പാരഡി പാട്ട് എഴുത്തുകാർ ഒരുപാട് പേര്. അപ്പൊ ഇപ്പൊ VD രാജപ്പൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എത്ര വട്ടം അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ? അയാൾ പാടിയത് മുഴുവൻ പാരഡിയല്ലേ, പാരഡി ആയിരുന്നല്ലോ. അബി എന്ന് പറയുന്ന ഒരു സിനിമക്കാരുണ്ടായിരുന്നില്ലോ, സിനിമയാണോ പാരഡി മാത്രം എഴുതി ഉണ്ടാക്കിയിട്ട്. ഇതിന്റെ ഒന്നും ക്വാളിറ്റിയെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കണ്ട. അതിനകത്ത് ലൈഫ് ഉണ്ട്. കേൾക്കുന്ന കാലത്തെ ഏറ്റവും പുതിയ രാഷ്ട്രീയം അതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതം ഉണ്ടാവും. കേൾക്കാൻ ഇമ്പമുള്ള ഒരു താളം ഉണ്ടാവും. ഈ 2 സാധനം മതിയെന്നേ. അതിൽ പ്രകോപിതരായിട്ട് എന്താ കാര്യം? അതിന്റെ കൂടെ പരാജയവും വന്നു. ഇത് കേട്ടിട്ട് ഇവർ ജയിച്ചിരുന്നെങ്കിൽ ഈ കേസൊന്നും വരില്ല കേട്ടോ. ഈ പാട്ട് വന്നിട്ടും ജയിച്ചിരുന്നെങ്കിൽ ഇത് വരില്ല. ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പോ അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ചരിത്രം ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന കേസുകളാണ് ഇതൊക്കെ. ഒരിക്കൽ കൂടി CPM ഈ പാരഡി ഗാനത്തിന്റെ പേരിൽ അപഹാസ്യരായി പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്ത് സംഭവിക്കും? കേസൊക്കെ എടുക്കുന്നുണ്ട് കോടതി, പോലീസ്, നിയമ നടപടികൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ
ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.